ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ഫുൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങളുടെ KGC നായരുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.7 ഇല്ലസ്ട്രേഷൻ 3 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. Mr. Unsystematic keeps his books under incomplete system. ഈ അൺസിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന ആള് തന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെല്ലാം ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിലായിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. ഹിസ് പൊസിഷൻ ഓൺ 31st December 2012 വാസ് ആസ് ഫോളോസ്. 31/12/2012 അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നു. 31/12/2012 Cash in hand 4,500, cash at bank 3,500, stock in trade 16,000, sundry debtors 12,000, furniture 10,000 and sundry creditors 8,000. ഇത്രയുമാണ് 31/12/2012 അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, on 31st December 2013 his position was as follows. വീണ്ടും 2013 ഡിസംബർ 31 അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 5,000, ക്യാഷ് അറ്റ് ബാങ്ക് 3,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 22,000, സൺഡ്രി ഡെറ്റേഴ്സ് 15,000, ബിൽസ് റിസീവബിൾ 6,000, ഫർണിച്ചർ 10,000 ആൻഡ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് 7,000. ഡേറ്റ് ശ്രദ്ധിച്ചോ, 31/12/2013. Next, during the year 2013, Mr. Unsystematic withdrew ₹3,000 for personal purpose. ഈ 2013 ആ വർഷം അദ്ദേഹം 3,500 രൂപ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പം 3,500 എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ആൻഡ് ഇൻട്രൊഡ്യൂസ് 2,000 ഫോർ അഡീഷണൽ ക്യാപിറ്റൽ. കൂടാതെ ഒരു 2,000 രൂപ അഡീഷണൽ ക്യാപിറ്റലായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ട്രേഡർ ആൻഡ് ഓൾസോ പ്രിപ്പയർ ഹിസ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ്. ഈ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കൂടാതെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങളും കൂടി പരിഗണിച്ച ശേഷം ഇൻട്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10%. ഓപ്പണിംഗ് ക്യാപിറ്റലിന് 10% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ബി ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഓൺ ഫർണിച്ചർ 15%. ഫർണിച്ചറിന് 15% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെറ്റ് 5%. ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് 5%. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത ശേഷമുള്ള പ്രോഫിറ്റ് കണ്ടെത്തണം. കൂടാതെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും തയ്യാറാക്കണം. ഇതാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾ 2 ഡേറ്റ് ശ്രദ്ധിച്ചോ. ഒന്ന് 31/12/2013 അല്ലേ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടെ ഏതാ 31/12/2012. ഇപ്പം ഒന്ന് ഡിസംബർ 2012 മറ്റൊന്ന് ഡിസംബർ 2013. എന്ത് തോന്നുന്നു? രണ്ടും ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ. രണ്ടും ക്ലോസിംഗ് ഡേറ്റാണ്. അപ്പം അതെന്തായിരിക്കും അങ്ങനെ തന്നിരിക്കുന്നത് 2 ക്ലോസിംഗ് ഡേറ്റിൽ? അപ്പം അത് നിങ്ങൾ ചിന്തിക്കും, അപ്പം ഇത് വെച്ചിട്ട് ക്ലോസിങ്ങിന് നിന്നുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണെന്നല്ലേ. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ ഇയർ ഏതാണ്? നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത് എഴുതുന്നത് 2013 അല്ലേ. 2013 വിഡ്രോവൽസും അഡീഷണൽ ക്യാപിറ്റലും ഒക്കെ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാ? 1/1/2013 ടു 31/12/2013 അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ചതേ. അപ്പം നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കണക്കിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 31/12/2013 അല്ലേ. അതെന്ന് പറയുന്നതാണ് ഈ 2013 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷത്തെ അവസാനത്തെ ഡേറ്റ് 31/12/2013 ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പം ഇതെന്ന് പറയുന്നതാണ് ക്ലോസിംഗിൽ ഉള്ള ഡേറ്റ്. ഇവിടെ തന്നിരിക്കുന്ന ക്ലോസിംഗിലെ അസറ്റ്സും ലയബിലിറ്റീസും ആണ്. അതൊക്കെ
അപ്പോൾ ക്ലോസിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അത് ക്ലിയറായി. ഇനി അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/12/2012 ആണ്. ഇതെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞുള്ള ഡേറ്റ് ഏതാ? 1/1/2013 അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് എന്താ? 2013 ആദ്യത്തെ ദിവസമാണ് അല്ലേ? അതായത് കഴിഞ്ഞ വർഷത്തെ അസറ്റ്സും ലയബിലിറ്റിയും ക്ലോസിങ്ങിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും അതല്ലേ അടുത്ത വർഷം ആദ്യത്തെ അസറ്റ്സും ലയബിലിറ്റീസുമായിട്ട് വരുന്ന ഓപ്പണിങ്ങിലുള്ള അസറ്റ്സും ലയബിലിറ്റീസുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസ് എന്നും പറയുന്നത് തന്നെയാണ് അടുത്ത വർഷത്തെ, അതായത് 1/1/2013 അസറ്റ്സും ലയബിലിറ്റീസുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതെന്ന് പറയുന്നത് 1/1/2013 അസറ്റ്സും ലയബിലിറ്റീസുമാണ്, അതായത് ഓപ്പണിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം അല്ലേ? ഈ ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും വെച്ചിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഈ രണ്ട് ഡേറ്റിന്റെ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പം ഇതും 31/12/2012 ആണ്. പക്ഷെ ഇത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ഡേറ്റ് ആണ്. നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് ഇതാണ്, 2013 ആണ്. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ, അതായത് ആ ക്ലോസിംഗിലുള്ള അസറ്റ്സും ലയബിലിറ്റീസുമാണ് അടുത്ത വർഷത്തെ അസറ്റ് ലയബിലിറ്റിയുമായിട്ട് വരുന്നത് അല്ലേ? അപ്പൊ 1/1/13 അസറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് തയ്യാറാക്കണം? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒറ്റ ഫോർമാറ്റിൽ വരച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൊടുത്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2012 ആൻഡ് ആസ് ഓൺ 31st December 2013 അങ്ങനെ രണ്ട് ഡേറ്റും കൊടുക്കുക. എന്നിട്ട് രണ്ട് എമൗണ്ട് കോളം ലയബിലിറ്റിക്കും അസറ്റ്സിനും വരയ്ക്കുക. അപ്പം 31/12/2012 അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യാനും 13 ആ വർഷം അവസാനത്തെ അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യാനും. അപ്പം ഇതെന്ന് പറയുന്നത് ഈ വർഷം ആദ്യമാണ്, നമ്മുടെ ഇയർ 2013 ആണ്. അപ്പം അതിൻ്റെ തുടക്കമാണിത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അസറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം നമുക്ക് ഈ ഓപ്പണിങ്ങിലെ ഈ അസറ്റ്സ് ലയബിലിറ്റീസ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡ് 4500 ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് 3500, സ്റ്റോക്ക് ഇൻ ട്രേഡ് 16000, സൺട്രി ഡെറ്റേഴ്സ് 12000, ഫർണിച്ചർ 10000, സൺട്രി ക്രെഡിറ്റേഴ്സ് അത് ലയബിലിറ്റി ആണ് 8000. അപ്പം അതെല്ലാം കൃത്യമായിട്ട് അതിലേക്ക് എഴുതുന്നു. ഇതെല്ലാം നമ്മൾ എഴുതണം. ഇപ്പോൾ ഇവിടെ ഒരു ബിൽസ് റിസീവബിൾ രണ്ടാമത്തെ ക്ലോസിംഗിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ലാതെ ഓപ്പണിങ്ങിലുള്ള ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഡാഷ് ഇട്ടാൽ മതി. പക്ഷെ ക്ലോസിംഗ് ഡേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ എമൗണ്ട് എഴുതി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ലയബിലിറ്റി എഴുതുക. 2 ഇയറിലെ 2 ഡേറ്റിലെയും എഴുതുക. കണ്ടോ, ക്ലോസിംഗ് ഡേറ്റിലെ അതും ഇങ്ങോട്ടേക്ക് എഴുതുക. ഇനി എന്ത് ചെയ്യുക? എല്ലാം എഴുതിയ ശേഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എന്നിട്ട് ആദ്യം നിങ്ങൾ ഒരു ഇയറിൽ എഴുതുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ. ഇപ്പം 31/12/2012 ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്നതാണ് അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് വരും. അതായത് 1/1/2013. ഇത് 1/1/2013 അസറ്റാണ്. അപ്പം ഇത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സ്, ഓപ്പണിംഗ് ഡേറ്റിലുള്ള ലയബിലിറ്റീസ്. അപ്പം ഇതിൽ നിന്ന് ഈ ലയബിലിറ്റി 8000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 38,000 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് 2013 ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അത് ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം ക്ലോസിംഗിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് എഴുതുക. അപ്പോൾ നമ്മളിവിടെ അസറ്റ്സിൻ്റെ ലയബിലിറ്റിയുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. എമൗണ്ട്സ് എല്ലാം അങ്ങോട്ടേക്ക് എഴുതുക. അത് ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗിലെ ലയബിലിറ്റിയായ സൺട്രി ക്രെഡിറ്റർ 7000 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഈ 84,000 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസിങ് ഫിഗർ എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഒറ്റയടിക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ വീണ്ടും 2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് എഴുതണ്ടേ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം.
ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ തയ്യാറാക്കേണ്ടത്? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പം അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം. അപ്പം എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് ക്യാപിറ്റൽ ആസ് ഓൺ 31st December 2013 അല്ലേ? ഇപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 54,000. അപ്പോൾ 54,000 എഴുതുന്നു. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. 3,500 വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തിരിക്കുന്നു? ആഡ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആണ് അല്ലേ? അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ നിന്ന് അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതെന്ന് പറഞ്ഞാൽ 55,500. ഇനി അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതായത് ഇതിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം ഇത് കണ്ടോ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ നൽകിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിട്ടിയ പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മൾ ഇപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താമായിരുന്നു, ഇതൊന്നും തന്നിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നോക്കിക്കേ, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇൻട്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം, പ്രൊവിഷൻ വെക്കണം ബാഡ് ഡെറ്റിന്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട് ചെയ്തില്ലേ, അതിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുമായിരുന്നില്ലേ ഇതല്ല. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇനി ഇത്രയും എക്സ്പെൻസും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡിഡക്റ്റ് ചെയ്യണം. അത് ഡിഡക്റ്റ് ചെയ്ത ശേഷം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രോഫിറ്റ് 17,500 എന്ന് പറയുന്നത് ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിൽ നിന്ന് ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ ചെയ്യണം. അത് ചെയ്ത ശേഷം കിട്ടുന്ന എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെന്റും ചെയ്യുക. അപ്പം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ നമുക്കറിയാം ഇൻട്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്, പലിശ കൊടുക്കണം. നോക്കിക്കേ, ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റലിന്റെ മൂലധനത്തിന് പലിശ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അത്രയും എക്സ്പെൻസ് കൂടി വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് ലെസ് ചെയ്യണം. ഇതെല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ച എക്സ്പെൻസുകളാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇതെല്ലാം എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലിനാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 38,000 അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 3,800. ഇനി നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ഓൺ ഫർണിച്ചർ 15%. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നു. അപ്പൊ അതെന്ന് പറയുമ്പോഴും അത്രയും ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമ്മുടെ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യല്ലാതെ ചെയ്തുകൊണ്ടിരുന്നേ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഫർണിച്ചറിന്റെ എമൗണ്ട് 10,000 ആണ്. അത് ഇൻറ്റു 15/100 1,500 വരും. നെക്സ്റ്റ്, പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെറ്റ് 5%. ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സൺട്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ക്ലോസിംഗിലുള്ള സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 15,000. ക്ലോസിംഗ് ഡേറ്റിലെ വേണം കേട്ടോ, ഓപ്പണിംഗ് ഡേറ്റിലല്ല എടുക്കേണ്ടത്. ക്ലോസിംഗ് ഡേറ്റിലെ 15,000ന്റെ 5%. അപ്പൊ എത്ര വരും? 750. അപ്പൊ ഇത്രയും ഡിഡക്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ടോട്ടൽ 6,050 ഡിഡക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന 11,480 എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനു മുമ്പ് വരെ ചെയ്തത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇതുപോലെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ ഇതും കൂടി ഉൾപ്പെടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ കൂടുതൽ മാർക്കിന്റെ ആയിരിക്കും. അപ്പൊ അത് വളരെ സിമ്പിളാണ്. അപ്പൊ നമുക്ക് അത് ഇത്തരം എന്തെങ്കിലും എക്സ്പെൻസുകളാണ് എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. ഇനി ഇതിന് പകരം ഇതിന്റെ കൂടെ എന്തെങ്കിലും ഇൻകംസ് തന്നിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്താൽ മതി? അത് ആഡ് ചെയ്യണം. അത്രയും കൂടെ ആ ഇൻകം കൂടി കിട്ടുമ്പോൾ പ്രോഫിറ്റ് കൂടുകയല്ലേ ചെയ്യേണ്ടത്. ഇനി
അടുത്ത നമ്മളോട് ഇവിടെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, അതായത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് അതായത് അവരുടെ ലാസ്റ്റ്, അതായത് ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഫൈനൽ ബാലൻസ് ഷീറ്റ്. അപ്പം അതും കൂടി തയ്യാറാക്കണം. നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ചേർത്ത ശേഷമുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റ്സ് ലയബിലിറ്റീസും ഓപ്പണിംഗ് ക്യാപിറ്റലും മാത്രം കണ്ടുപിടിക്കാൻ. ഇപ്പം ക്ലോസിംഗ് ഡേറ്റിലെ അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഇൻക്ലൂഡ് ചെയ്ത ശേഷമുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുതിയ ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലുള്ളതാണ് എടുക്കേണ്ടത്. ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലയബിലിറ്റിയുമാണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ക്യാപിറ്റലും എടുക്കണം. പക്ഷെ ക്യാപിറ്റൽ നമ്മൾ എടുക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും എടുക്കാൻ കാരണം എന്താ, നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഞാൻ പറഞ്ഞു, ഈ ഓപ്പണിങ്ങിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനു വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടി വരുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ്. അത് പ്രത്യേകം ഓർത്തിരുന്നോളണം. അപ്പം നമുക്ക് അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യാം. അസറ്റ്സ് നമുക്ക് ഇവിടെ എഴുതി തന്നിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ് 5000, ക്യാഷ് അറ്റ് ബാങ്ക് 3000, സ്റ്റോക്ക് ഇൻ ട്രേഡ് ബിൽസ് റിസീവബിൾ ഉണ്ട് 6000, പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ് 15000 ഉണ്ട്. അപ്പം നോക്കിക്കേ, ഇവിടെ സൺഡ്രി ഡെറ്റേഴ്സ് ഇനി 15000 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഇതേ അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് 5%. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ന്യൂ പ്രൊവിഷൻ, അത് സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യലാണ് ചെയ്യേണ്ടത്. കാരണം 15000 നിന്ന് നമ്മൾ ഈ വീണ്ടും ഒരു 5% ബാഡ് ഡെറ്റ് ആവുമെന്ന് കരുതി നമ്മൾ പ്രൊവിഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്തതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു മാത്രം. ഇനി അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് 22,000 അത് എഴുതുന്നു. നെക്സ്റ്റ് ഫർണിച്ചർ ഉണ്ട് 10,000. അപ്പം ഇനി ഫർണിച്ചറിന്റെ വാല്യൂ എഴുതുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 15,000. അത് നമ്മൾ കണ്ടുപിടിച്ചു 1500. ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതായത് ഈ അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇനി അസറ്റ്സ് എഴുതി. ഇനി നമുക്ക് ലയബിലിറ്റി നോക്കാം. ലയബിലിറ്റീസിനകത്ത് ഇവിടെ തന്നിരിക്കുന്നത് സൺഡ്രി ക്രെഡിറ്റർ ആണുള്ളത്. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റർ ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് 7000 ആണ്. ഇനി എന്താണ് പറയുന്നത്, ഇനി നമുക്ക് ക്യാപിറ്റലാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി നമ്മൾ കണ്ടുപിടിച്ച ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എടുക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ എടുക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് കിട്ടിയ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം എടുക്കാനായിട്ട്. അത് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല എഴുതേണ്ടത്. ഇത് ശരിക്കും ഉള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ശരിക്കും. അതായത് നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എടുക്കുമ്പോൾ ഏതെടുക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം എടുക്കാൻ. ബാക്കിയുള്ള അസറ്റ്സും ഔട്ട്സൈഡ് ലയബിലിറ്റി എല്ലാം ഏതിലെ വേണം, ക്ലോസിംഗ് ഡേറ്റിലെ വേണം. ശ്രദ്ധിച്ചോളണം, തെറ്റിക്കരുത്. ക്യാപിറ്റൽ മാത്രം ഏത് വേണം, ഓപ്പണിംഗ് ഡേറ്റിൽ എടുത്തോണം. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 38,000. അപ്പോൾ 38,000 കൂടെ വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ. അപ്പം അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അതും ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതും ആഡ് ചെയ്യണം. ഈ ഐറ്റംസ് എല്ലാം ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതല്ലേ. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ഇത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, അതും ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. ബിസിനസിന്റെ ലാഭം അതും ഓണർക്ക് കൊടുക്കാനുള്ളതാണ്, ക്യാപിറ്റലിലേക്ക് കൂടേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ് ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ.
ഇനി അതിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഫൈനൽ അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് എന്താ ഡിഡക്റ്റ് ചെയ്തത്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3500 ഉണ്ട്. അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മാത്രം ഏതെടുക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുക്കണം. ബാക്കിയുള്ള അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം നമ്മൾ ക്ലോസിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസും വേണം എഴുതാൻ. അതിൻ്റെ കൂടെ അതിനോടനുബന്ധിച്ച് തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഇത്തരം ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയ മാർക്കിൻ്റെ ആയിരിക്കും വരുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് വരെ ചെയ്യാൻ നമ്മൾ സിമ്പിളായിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതിൻ്റെ കൂടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാൻ പറ്റുന്നാൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ആ വർഷത്തെ എൻഡിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉൾപ്പെടെയുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് തയ്യാറാക്കേണ്ടത്. അതിൽ എല്ലാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് ഇതെന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.